ഹായ്, എന്താണ് സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് ലവ് എന്ന് പറയുന്നത്? സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ കോൺഫിഡൻസ് ഉള്ളവരാക്കി മാറ്റുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കാൻ നമ്മൾ സെൽഫ് ലവ് ആവശ്യമാണ്. നമ്മളെ തന്നെ ശ്രദ്ധിച്ച് പോകണം, കെയർ ചെയ്ത് പോകണം, നമ്മളൊന്ന് സ്നേഹിക്കണം എന്നുള്ളതാണ്. നമ്മൾ പലവിധ തിരക്കുകളിടയിൽ നമ്മളെ ശ്രദ്ധിക്കാതെ പോകുന്നു, നമ്മളെ കെയർ ചെയ്യാതെ പോകുന്നു, നമ്മളെ കേൾക്കാതെ പോകുന്നു, നമ്മളെ അംഗീകരിക്കാതെ പോകുന്നു. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ, ഈ പറഞ്ഞതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സെൽഫ് ലവ് ഉള്ളവരായി മാറുന്നു. നമ്മളെ കുറ്റപ്പെടുത്താതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒന്ന് ഇൻവോൾവ് ആവുക, നമ്മളൊന്ന് കേൾക്കാൻ തയ്യാറാവുക. ഒരു 5 മിനിറ്റ് നമുക്ക് വേണ്ടി ഒരു ഫോണെല്ലാം എടുത്ത് വെച്ച് ഒരു സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ നമ്മുടെ കൂടെ തന്നെ ഒന്ന് ഇരിക്കാൻ ശ്രമിക്കുക. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണോ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അതൊരു ദിവസം നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനാവും ചിലപ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു ഫുഡ് കഴിക്കാനാവും, അല്ലെങ്കിൽ നല്ലൊരു പുതിയൊരു ഡ്രസ്സ്, നമ്മൾ ആഗ്രഹിച്ചൊരു ഡ്രസ്സ് ധരിക്കാനാവും. ഇതൊന്നും മാറ്റി വെച്ച് ബാക്കിയുള്ളവർക്ക് നമ്മുടെ ലൈഫ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ എനർജി അത് ഫ്ലോ ആവുകയാണ്. നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോഴും നമ്മൾക്ക് വേണ്ട കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുക്കുമ്പോഴുമാണ്, നമ്മൾ എനർജറ്റിക് ആകുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്കും അത് കൊടുക്കാൻ കഴിയുകയുള്ളൂ. മറ്റുള്ളവർ നമ്മളെ കെയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മളാദ്യം നമ്മളെ കെയർ ചെയ്തിട്ടുണ്ടോ, സ്നേഹിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഇനി സെൽഫ് ലവിനെ കുറിച്ചിട്ടും സെൽഫ് ലവ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. സെൽഫ് ലവ് വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിച്ചു വരും, അല്ലെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.